ശബരിമല കാനനപാതയിലെ പാസ് 5000 കുറയ്ക്കാനുള്ള അധികാരികളുടെ പരിശ്രമം അംഗീകരിക്കാനാവില്ലെന്ന് മലയേറിയ മഹാസഭ. ശബരിമല വിശ്വാസത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണിത്. ഇത് ശബരിമലയിലെ തിരക്കിന്റെ പേരിൽ 32 കിലോമീറ്റർ അകലെ വരുന്ന കാനനപാത അടയ്ക്കുന്നത് ഗൂഢ നീക്കത്തിന്റെ ഭാഗമാണെന്നും പ്രതികരണം. കാനനപാത അടയ്ക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ആചാരലംഘനമാണെന്നും മലയേറിയ മഹാസഭ പറയുന്നു. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരുന്നു. അരുൺ, ആദ്യമേ നമുക്കിതിനൊരു ക്ലാരിറ്റി വേണം. അതായത് ഒന്ന്, ഈ സ്പോട്ട് ബുക്കിംഗ് വഴി വരുന്നവരുടെ എണ്ണം 5000 നിജപ്പെടുത്തിയിട്ടുണ്ട് ഹൈക്കോടതി. ഇതിപ്പോൾ കാനനപാത വഴിയുള്ള 5000 പേരുടെ കാര്യമാണ് മലയേറിയ സഭ പറയുന്നത്. എന്താണ് കൂടുതലായി അവർ പറഞ്ഞത്? അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ശബരിമലയിലേക്ക് വരേണ്ട ഒരു പാത, അത് കാൽനടയായി എരുമേലിയിൽ നിന്നും തലപ്പാറ കോട്ടയിൽ നിന്നും ആരംഭിക്കുന്ന ഒരു യാത്രയാണ്. 18 മലകളിലൂടെയുള്ള ആ പൂങ്കാവനത്തിലൂടെയുള്ള യാത്ര. കരിമല കയറി പമ്പയിലേക്ക് എത്തി അവിടെ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്ന ആ പരമ്പരാഗതമായ ഒരു പാതയാണ്. ആ പാതയിലാണ് ഇപ്പോൾ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഈ ഒരു പാത വഴിയും വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടക സഞ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്ന ഭക്തരുടെ എണ്ണം അത് കൃത്യമായി തന്നെ നിയന്ത്രിക്കണമെന്നുള്ള ഒരു കാര്യമാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത്. 5000 പേരായി ഈ നിജപ്പെടുത്തണമെന്നാണ് പറയുന്നത്. പക്ഷേ അതൊരിക്കലും യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയില്ല. കാരണം ഈ പരമ്പരാഗതമായ കാനനപാതയിലൂടെ വർഷങ്ങളായി നടന്നുവരുന്ന ഒരുപാട് ഭക്തരുണ്ട്. അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അത് എരുമേലിലും അതോടൊപ്പം തന്നെ മറ്റ് അഴുതയിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ശബരിമലയുടെ ആചാരവുമായി ബന്ധപ്പെട്ട് ഇടപിരിഞ്ഞു കിടക്കുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ അത് ആചാരമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം കൂടിയാണ്. ആ ഒരു പാത വഴി എത്തുന്ന തീർത്ഥാടകർക്ക് അത് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനം അത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്നാണ് മലയേറിയ മഹാസഭ പറയുന്നത്. നിരവധി ക്ഷേത്രങ്ങളുണ്ട്. ആചാരപരമായ വിധികളൊക്കെ തന്നെ നിർവഹിച്ച് വേണം ഈ വഴി പറയാൻ. പ്രത്യേകിച്ച് കരിമല കയറ്റവും അഴുതയിൽ നിന്നും കല്ലെടുത്ത് വരുന്ന വലിയ രീതിയിലുള്ള ഒരു ആചാരവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ശബരിമലയുടെ തിരക്കിൻ്റെ പേരിൽ ഈ ഒരു തീരുമാനം എടുക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്നാണ് മലയേറിയ സഭ ഇപ്പോൾ വ്യക്തമാക്കിയത്. അതിൽ അവരുടെ ശക്തമായുള്ള പ്രതിഷേധം കൂടി അവർ അറിയിക്കുകയും ചെയ്തു. ഇതിന് പിന്നിൽ ഗൂഢമായ ലക്ഷ്യമുണ്ട്. ശബരിമലയുടെ തിരക്കിൻ്റെ പേര് പറഞ്ഞ് ഇത്തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് സ്പോട്ട് ബുക്കിംഗ് 5000 കുറച്ചിരുന്നു. ആ ഒരു തിരക്ക് കുറയണമെങ്കിൽ നാളെ രാവിലത്തെയോട് മാത്രമേ അത്തരത്തിലുള്ള ആ തിരക്ക് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമായുള്ള ഒരു തിരക്ക് കുറയ്ക്കാൻ പറ്റൂ. എന്നാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ട്. 5-6 മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമേ ഭഗവാനെ ദർശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. പക്ഷേ ഇപ്പോഴും പ്രധാനമായി പ്രതിസന്ധി എന്നത് ഈ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് അടിസ്ഥാന സൗകര്യ വികസനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി പ്രശ്നമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വരുന്ന വീഴ്ച അതുതന്നെയാണ് ഇവിടെ പ്രതിസന്ധിയായി നിൽക്കുന്നത്. കൃഷ്ണരാജ്.